ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക വന്ന് പറഞ്ഞിട്ട് പോലും എസ് ഐ ആണെങ്കിൽ ഗിരീഷിനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അതിന് കാരണമുണ്ട്, കൊലശ്രമമാണ്. അതിനിടയ്ക്ക് തന്നെ പരാതി കൊടുക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ. ഇനി ഈ ഒരു പരാതി പിൻവലിച്ചാലല്ലാതെ ഗിരീഷിന് ഇതിൽ നിന്നും ഒരു മോചനവും ഇല്ല. അതുകൊണ്ട് തന്നെ ദേവികയ്ക്കാണെങ്കിലും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഗിരീഷാണെങ്കിൽ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടൊന്നുമില്ല. കൊണ്ടുവന്നിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗിരീഷിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനായിട്ട് എസ് ഐ പല പണികളും ചെയ്യുന്നുണ്ട്. അതിന് പ്രകാരം ഗിരീഷിനെ പോലീസുകാർക്ക് തയ്യാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അവരാണെങ്കിൽ അവരുടെ കൈത്തരിപ്പ് മുഴുവനും ഗിരീഷിൽ തീർക്കുന്നു. ഗിരീഷിനാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു അവസ്ഥയിലൂടെ ഇതുവരെ കടന്നു പോവാത്തത് കൊണ്ട് തന്നെ അയാൾ ശരിക്കും തളർന്നു പോവുകയാണ്. ഗിരീഷിൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഗിരീഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഗിരീഷാണെങ്കിൽ നന്നായിട്ട് നിലവിളിക്കുന്നുണ്ട്, പക്ഷേ കുറ്റം സമ്മതിക്കുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിരി ഉറപ്പായിട്ടും സമ്മതിച്ചേനെ. പക്ഷേ അത് അങ്ങനെയല്ലല്ലോ. എന്തായാലും കെ നായർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളോടെ തന്നെ ഗിരി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ രജനിയുടെ സ്വഭാവം അറിയാമല്ലോ. എല്ലാം ദേവികയുടെ തലയിൽ കുറ്റം ചുമത്തി വയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രജനി. സിദ്ധാർത്ഥനാണെങ്കിൽ അവരെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും രജനിയാണെങ്കിൽ സിദ്ധാർത്ഥന് മുന്നിൽ നിന്നും പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ ഗിരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഇതെന്താ അച്ഛാ, നമുക്ക് മാത്രം ഇങ്ങനെ ഒരു ദുർഗതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ മോൾ എന്തിനു വിഷമിക്കുന്നത്, അച്ഛൻ കൂടെയില്ലേ, ഇത്രയും സമയമായിട്ടും ഗിരിയെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുന്നുണ്ട് കേട്ടോ രജനി. അച്ഛൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകണം, ഗിരിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവിടുന്ന് കൊണ്ടുപോയ സമയത്ത് തന്നെ അവർ വളരെയധികം പരുക്കം ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗിരിയെ ഇറക്കിക്കൊണ്ട് വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രജനി കരയുമ്പോൾ അച്ഛൻ ദാ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ അവർ വിട്ടയക്കും, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഗിരീഷിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഇതൊരു കള്ള കേസ് തന്നെയാണ് എന്ന് പറയുമ്പോൾ രജനിയും പറയുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയം ദേവികയാണെങ്കിൽ സ്റ്റേഷനിൽ പോയി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ കെ നായർ പറയാതെ അവരിനി ആ ഒരു കംപ്ലൈൻറ്റ് പിൻവലിക്കില്ല. അപ്പോഴേക്കും ദേവിക അങ്ങോട്ട് അയാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, ഗിരീഷേട്ടനെതിരായിട്ടുള്ള ആ ഒരു കേസ് എങ്ങനെയെങ്കിലും പിൻവലിക്കണം, ഗിരീഷേട്ടനെ രക്ഷപ്പെടുത്താൻ, ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോഴേക്കും അയാളിങ്ങനെ തലയും ചൊറിഞ്ഞ് നിൽക്കുകയാണ്. MLA ആണ്, അയാൾക്ക് ഒപ്പിട്ട് കൊടുത്തത്. എന്നാലും മുൻപ് ദേവിക കാണാൻ പോയ സമയത്ത് ദേവികയെ അപമാനിച്ചതെല്ലാം അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ അയാൾ നിൽക്കുന്നത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാനാണോ വന്നത്, ഗിരീഷേട്ടനെ രക്ഷപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ രജനി ചേച്ചി പ്രഗ്നൻ്റ് ആണ്. ഈ ഒരു സമയത്ത് ഈ വേദന അവർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് അയാൾ പറയുന്നുണ്ട് ഗിരീഷ് ഒരു അഹങ്കാരിയാണെന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും പറയണ്ട, ഗിരീഷേട്ടൻ എന്തുകൊണ്ടാണ് ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഒപ്പിട്ടത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഗിരീഷേട്ടനെ എങ്ങനെയെങ്കിലും ഒരു കംപ്ലൈൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ മതിയോ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അതിനിടയ്ക്ക് സിദ്ധാർത്ഥനും മന്ത്രിമാരെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്, ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഗിരീഷിനെ പുറത്തിറക്കണം, വേറെ വഴിയില്ല. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് കൊടുത്തത് കെ നായർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് തന്നെ കെ നായരുടെ കാര്യം വന്നപ്പോൾ സിദ്ധാർത്ഥനും കൈമലർത്തി നിന്നതാണ്. ആ സമയത്ത് അതൊക്കെ കേട്ടിട്ട് സിദ്ധാർത്ഥന് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട്. പാർട്ടി തന്നോടൊപ്പം നിൽക്കുന്നില്ല എന്നൊരു കാര്യം മനസ്സിലാവുന്നു. ഇതേ സമയം കെവിൻ ആണെങ്കിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. അതായത് നന്ദനോട് പറയുന്നുണ്ട്, ഈ ഒരു കേസിൽ നിന്നും ഗിരീഷ് ഏട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവന് ഇസബെല്ലയും DYSPയും ഇതിലേക്ക് വലിച്ചഴിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇസബെല്ല ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വലിയൊരു സ്റ്റാർ ആകണം, അതാണ് അവരുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ മിക്കവാറും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇസബെല്ല പറഞ്ഞിട്ടാണ് ഗിരീഷിനെ വിട്ടത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ എല്ലാവരും അറിയും. ഏതായാലും ഇവർ ഋഷിയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആക്കുന്നില്ല.
അങ്ങനെ ഇസബെല്ല ഇടപെട്ടിട്ട് തന്നെയായിരിക്കും ഗിരീഷിനെ പുറത്തിറക്കാനായിട്ട് പോകുന്നത്. അപ്പം നന്ദനും വേറൊരു വഴിയും ഇല്ലാതായി വരികയാണ്. അപ്പം നമുക്ക് കാത്തിരിക്കാം സുഖമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്